പ്രായമാകുമ്പോഴും എങ്ങനെ ആരോഗ്യം നിലനിർത്താം എന്നുള്ളതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ഞാൻ ഡോക്ടർ പെബീത, കോഴിക്കോട് ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിലെ ENT സർജനാണ്. ഈ വിഷയത്തിൽ സംസാരിക്കാൻ ഇന്ന് എത്തിയിരിക്കുന്നത് 71 വയസ്സിലും ആരോഗ്യം കാത്തു സൂക്ഷിക്കുന്ന അഡ്വക്കേറ്റ് മുഹമ്മദ് റിസ്ലിയാണ്. അദ്ദേഹത്തിന്റെ വാക്കുകൾ നമുക്കൊന്ന് ശ്രദ്ധിക്കാം. താങ്ക്സ് ഡോക്ടർ. ഞാൻ ഇപ്പോൾ വയസ്സ് 71 എത്തിയിരിക്കുകയാണ്. എനിക്ക് കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഇല്ല, എങ്കിലും തീരെ ഇല്ല എന്ന് പറയുന്നില്ല. എനിക്ക് BP ഉണ്ട്, ഞാൻ ഇപ്പോൾ മരുന്ന് കഴിക്കുന്നുണ്ട്. അതുപോലെ ജനറലായിട്ടുള്ള കൺസൾട്ടിങ് നമ്മളെ ഇടയ്ക്കുള്ള ഗ്യാപ്പുകളിൽ നടത്തിയിരിക്കണം. അതിനു വേണ്ടിയത് നമ്മളൊരു ഫാമിലി ഡോക്ടർ കൺസെപ്റ്റ് നമ്മുടെ കേരളത്തിലും ഇന്ത്യയിലും ആയിട്ടില്ലെങ്കിലും നാം ഒരു സ്ഥിരമായി കാണാൻ വേണ്ടി ഒരു ഫിസിഷ്യനെ തന്നെ നമ്മൾ ആദ്യം കണ്ടെത്തണം. ആ ഡോക്ടറുടെ നിർദ്ദേശം അനുസരിച്ചിട്ട് പീരിയോഡിക്കൽ ചെക്കപ്പ് നടത്തണം. നമ്മളെ സ്വന്തം നമ്മൾ തന്നെ കുറേ കാര്യങ്ങളിൽ ജാഗ്രത വേണം. ദിനേനയുള്ള എക്സസൈസ് അത് ഒരിക്കലും മുടക്കരുത്. രാവിലെ കുറഞ്ഞത് 45 മിനിറ്റ് നേരം നടക്കുകയെങ്കിലും ചെയ്യണം. അതല്ലെങ്കിൽ മറ്റുള്ള എക്സസൈസുകൾ, അതായത് ജിമ്മിൽ ഉള്ള എക്സസൈസ്, സൈക്ലിംഗ് അല്ലെങ്കിൽ സ്വിമ്മിങ്, അതുപോലുള്ള നിത്യമായിട്ടുള്ള എക്സസൈസ് പതിവായിട്ട് തന്നെ ചെയ്തിരിക്കണം. അതുപോലെ ഫുഡിൻ്റെ കാര്യത്തിൽ നമ്മൾ പ്രായം അനുസരിച്ചിട്ടുള്ള ഫുഡാണ് കഴിക്കേണ്ടത്. ന്യൂട്രീഷ്യസ് വാല്യൂള്ള ഫുഡാണ് നമ്മൾ കൂടുതലായിട്ടും പ്രിഫർ ചെയ്യേണ്ടത്. അല്ലാതെ ഈ ബേക്കറി കുട്ടികൾ കഴിക്കുന്ന പോലെ ജങ്ക് ഫുഡ്സ് അത് നമ്മൾ താല്പര്യം ഒട്ടും തന്നെ പ്രകടിപ്പിക്കരുത്. അതുപോലെ ജനറലായിട്ട് നമ്മൾ പോയി മെഡിക്കൽ ഷോപ്പിൽ പോയി വാങ്ങി മരുന്ന് കഴിക്കുന്ന സ്വഭാവം നിർത്തലാക്കണം. അതുപോലെ സാമൂഹിക മറ്റുള്ള പ്രതിബദ്ധതകൾ നമ്മൾ മുഴുകിയിരുന്നാൽ നമ്മുടെ സമയം പാഴായി പോകത്തില്ല. ഉറക്കം നമ്മൾ കുറഞ്ഞത് 7 മണിക്കൂർ തൊട്ട് 8 മണിക്കൂർ വരെ ഒരു 60 വയസ്സ് കഴിഞ്ഞാൽ ഉറങ്ങിയിരിക്കണം. അതുപോലെ രാത്രിയിൽ ഉറക്കം മാറ്റി രാത്രി 12 വരെ കിടക്കാതിരുന്നാൽ രാവിലെ എഴുന്നേക്കാൻ താമസിക്കും. ഇപ്പോൾ ഏർലി ടു ബെഡ് ഏർലി ടു റൈസ്, അതാണ് നമുക്ക് വേണ്ടി. ഭക്ഷണം രാത്രി ഒരു 8 മണിക്കെങ്കിലും കഴിച്ചിരിക്കണം. അതിനുശേഷം കിടക്കാൻ നേരം കുറച്ച് വെള്ളം കുടിക്കുന്നത് നല്ലതാണ്. പിന്നെ അതുപോലെ രാവിലെ എഴുന്നേൽക്കണം. കുറഞ്ഞത് ഒരു 4:30 മണിക്കോ 5 മണിക്ക് സമയത്തിനുള്ളിൽ എഴുന്നേറ്റ് നമ്മളെ പ്രാർത്ഥനാ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് കഴിഞ്ഞിട്ട് നമ്മൾ എക്സസൈസിനും മറ്റും ചിലവഴിക്കുക. പിന്നെ ഓഫീസിൽ പോകാൻ ഉള്ളവർക്ക് ഓഫീസിൽ കൃത്യസമയത്ത് തന്നെ പോയി അവിടുത്തെ പ്രവൃത്തിയിൽ നമുക്ക് ഇടപെടാം. അതുപോലെ ഉച്ചയുറക്കം അധികമായിട്ട് ഉറങ്ങാതിരിക്കുന്നതാണ് നല്ലത്. ഒരു 1/2 മണിക്കൂർ ഉറങ്ങുന്നതിൽ ഗുണമുണ്ട്, അത് നീണ്ടുപോകരുത്. ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത് ഈ അവസരത്തിൽ. വളരെ വിശദമായി തന്നെ നമ്മൾ ഇദ്ദേഹത്തിൽ നിന്ന് കേട്ടു. കഴിയുന്നിടത്തോളം കാര്യങ്ങൾ പ്രാവർത്തികമാക്കാൻ നമുക്കും ശ്രമിക്കാം. ലെറ്റ് us ഏജ് ഗ്രേസ്ഫുള്ളി. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റുകൾ രേഖപ്പെടുത്തുക, എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണേ.